ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് സ്കൂൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നോക്കുന്നത്. നമുക്കുള്ളത് വെച്ചിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസേഴ്സും വാൾ പോസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ടിപ്പ് നമ്പർ 2, ചൂസ് ആ കളർ തീം. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കൂൾ ബാഗ് അതുപോലെ തന്നെ പെൻസിൽ കേസ്, ഇതിനൊക്കെ ഒരു കളർ തീം ചൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ സ്റ്റഡീസ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 3, ഓൾവേസ് കീപ് യുവർ ബാഗ് ക്ലീൻ. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കൂൾ ബാഗ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനിയിപ്പോൾ പുതിയ ബാഗ് വാങ്ങിയിട്ടില്ലെങ്കിൽ പഴയ ബാഗ് നല്ല ക്ലീൻ ആയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. ടിപ്പ് നമ്പർ 4, കീപ് യുവർ ഷൂസ് പോളിഷ്ഡ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്കൂൾ ഷൂസ് നല്ല നീറ്റായിട്ട് പോളിഷ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കണം. അതൊരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 5, അയൺ ദ യൂണിഫോം റെഗുലർലി. നിങ്ങളുടെ സ്കൂളിലെ യൂണിഫോം നിങ്ങൾ എന്ന് നല്ല അയൺ ചെയ്തിട്ട് ഇട്ടുകൊണ്ട് പോവുക. അതൊരു ക്രിസ്പി ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് തരും. ടിപ്പ് നമ്പർ 6, ബൈൻഡ് യുവർ നോട്ട്ബുക്സ് പ്രോപ്പർലി. നിങ്ങൾ യൂസ് ചെയ്യുന്ന നോട്ട്ബുക്ക് ആയാലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ആയാലും അത് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു നീറ്റ് ആൻഡ് സ്മൂത്ത് ലുക്ക് പ്രൊവൈഡ് ചെയ്യും. ടിപ്പ് നമ്പർ 7, സിറ്റിംഗ് പെൻ പൗച്ച് ആൻഡ് വാട്ടർ ബോട്ടിൽ. നിങ്ങളുടെ പൗച്ച് വേണ്ട നെസസറി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ എടുത്തു വെക്കുക. ലൈക്ക് പെൻസിൽസ്, പെൻസ്, ഇറേസേഴ്സ്, ഷാർപ്നേഴ്സ്, റൂളേഴ്സ്, പിന്നെ ഹൈലൈറ്റേഴ്സ്. നെക്സ്റ്റ് ആണ് വാട്ടർ ബോട്ടിൽ. നല്ല ലീക്കേജ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി വാട്ടർ ബോട്ടിൽസ് വാങ്ങിക്കാം. പിന്നെ മിനിമം നിങ്ങൾ 1 ലിറ്ററിന്റെ എങ്കിലും വാങ്ങിക്കണം. കാരണം നമ്മൾ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ദാഹം ഉണ്ടാവും, അപ്പോൾ വെള്ളം പെട്ടെന്ന് തീരും. ഇനി നമുക്ക് കുറച്ച് സ്കൂൾ മോർണിംഗ് ടിപ്സ് നോക്കാം. ടിപ്പ് നമ്പർ 1, വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇതൊരു ടിപ്പായിട്ട് പറയാനൊന്നുമില്ല, പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ രാവിലെ തന്നെ നേരത്തെ എണീച്ചാൽ നമുക്ക് വലിയ റഷ് ഒന്നും കൂടാതെ തന്നെ കാമായിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ടിപ്പ് നമ്പർ 2, ഡ്രിങ്ക് 1 ഗ്ലാസ് ഓഫ് വാട്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ കഴിഞ്ഞ 8 മണിക്കൂറായിട്ട് ഒരു വെള്ളം കുടിക്കാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടത് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 3, ഡു എക്സസൈസസ് ആൻഡ് മെഡിറ്റേഷൻ. എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോക്കസും അതുപോലെ നമ്മുടെ മെന്റൽ ക്ലാരിറ്റിയും കൂടുക എന്നുള്ളത് ഒരുപാട് റിസർച്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ടിപ്പ് നമ്പർ 4, ടേക്ക് എ ഷവർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ രാവിലെ കുളിക്കുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗും നമുക്ക് തരും. ടിപ്പ് നമ്പർ 5, ഡു സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്. നിങ്ങളുടെ സ്കിന്നിനെ കെയർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിങ്ങൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട, ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്താൽ മതി. കാരണം നമ്മൾ സ്കൂളിലേക്കല്ലേ പോകുന്നത്. നമ്മുടെ മേക്കപ്പ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോവാം. ടിപ്പ് നമ്പർ 6, ഹെയർ സ്റ്റൈൽ. നിങ്ങൾക്ക് ചേരുന്ന ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുക. അത് നിങ്ങൾക്ക് കംഫർട്ടബിളും ആയിരിക്കണം, എന്നാലും നമുക്ക് ഇറിറ്റേഷൻ ഒന്നും കൂടാതെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ടിപ്പ് നമ്പർ 7, ഈറ്റ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ബോഡിക്ക് നല്ല ഫ്യൂൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ദിവസം നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര തന്നെ തിരക്കാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യാതെ തന്നെ കഴിക്കുക. ടിപ്പ് നമ്പർ 8, ചെക്ക് യുവർ ബാഗ്. നിങ്ങളുടെ ബാഗ് ഒന്ന് റീചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്, കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം മിസ്സായി പോയിട്ടുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.